സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് ചെറിയൊരു പോസ് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്തായാലും വേൾഡ് കപ്പ് വരികയാണ്. എല്ലാവരും അത് കാത്തിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ ടീമുകളും അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസിലൊക്കെയാണ്. എന്തായാലും എല്ലാ ടീമുകളുടെയും എല്ലാ മാച്ചും നമുക്ക് സംസാരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ കോപ്പറേറ്റോ മറ്റു ഇഷ്യൂസോ ഒന്നും ഇല്ലെങ്കിൽ കാണാൻ പറ്റുന്ന മാച്ചുകൾ കാണാനും അതിനെപ്പറ്റി സംസാരിക്കാനുമാണ് നിലവിലെ പ്ലാൻ. റീസെൻ്റ്ലി കുറച്ച് നാഷണൽ ടീമുകൾ അവരുടെ ഫ്രണ്ട്ലി മാച്ചുകൾ കളിക്കുന്നുണ്ട്. ആ മാച്ചുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് മാച്ചുകളെ പറ്റി സംസാരിക്കാനാണ് നമ്മളിപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. റീസെൻ്റ്ലി നമ്മൾ ബ്രസീൽ വേഴ്സസ് പാനമ മാച്ച് കണ്ടിരുന്നു. ആ ഒരു മാച്ചിൽ ബ്രസീൽ 6-2 വിജയിച്ചിട്ടുള്ളത്. ആൻഡ് പുതിയൊരു പരിശീലകനായിട്ടുള്ള കാർലോസ് അഞ്ചലോട്ടിയുടെ കീഴിൽ ബ്രസീൽ ടീം എങ്ങനെ ഇറങ്ങും, അവിടുത്തെ ഫോർമേഷൻ എന്തായിരിക്കും, ഗെയിം സ്റ്റൈൽ എന്തായിരിക്കും, അതുകൂടാതെ നെയ്മർ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻക്ലൂഷൻ, ടാക്ടിക്കലി അദ്ദേഹം ഏത് പൊസിഷനിൽ വരും, എന്തായിരിക്കും അതിൻ്റെ റോള്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ബ്രസീൽ ആരാധകർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. സോ കുറച്ച് മാച്ചുകളെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മൾ ആ ഒരു മാച്ച് കണ്ടതിന് ശേഷം, ബ്രസീൽ വേഴ്സസ് പനാമ മാച്ച് കണ്ടതിന് ശേഷം ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ മാച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 4-4-2 ഫോർമേഷനിലാണ് ആഞ്ചലോട്ടി ബ്രസീലിനെ ഇറക്കിയിരുന്നത്. റീസെൻ്റ് ആയുള്ള മാച്ചുകളിലെല്ലാം ഏതാണ്ട് ആ ടൈപ്പ് ഓഫ് ഒരു ഫോർമേഷൻ 4-4-2, 4-2-3-1 ആ കൈൻഡ് ഓഫ് ഒരു ഫോർമേഷനിലേക്ക് ആഞ്ചലോട്ടി ടീമിനെ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് വിനീഷ്യസ്, റാഫീനെ പോലുള്ള വിങ്ങേഴ്സും ഒരു പ്രോപ്പർ സെൻറ്റർ ഫോർവേഡിൻ്റെ അഭാവമുള്ള ഒരു ടീമിനെ 4-4-2 എങ്ങനെ കളിപ്പിക്കും, അല്ലെങ്കിൽ അതൊരു കറക്റ്റ് ഓപ്ഷൻ ആണോ എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഈ 4-4-2 തന്നെ കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വേരിയേഷൻസ് കാർലോസ് ആഞ്ചലോട്ടി ട്രൈ ചെയ്യുന്നുണ്ട്. വിനീഷ്യസിൻ്റെ റോളൊക്കെ അതിൽ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ആ ഒരു മാച്ചിലെ ഫോർമേഷനിലേക്കും അവിടെ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സിലേക്കും വരികയാണെങ്കിൽ 4-4-2 ഗോൾ കീപ്പറായിട്ട് അലീസനാണ് ഫസ്റ്റ് ഹാഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഫൻസ് ഒരു ബാക്ക് ഫോറിലാണ് കളിക്കുന്നത്. സെൻറ്റർ ബാക്കായിട്ട് ബ്രമറും അതുപോലെ തന്നെ ലിയോ പെരേരയും, ഫുൾ ബാക്കായിട്ട് റൈറ്റ് ബാക്കിൽ വെസ്ലിയും, ലെഫ്റ്റ് ബാക്കായിട്ട് അലക്സാൻഡ്രോയും കാണുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ഒരു ഡബിൾ പിവറ്റ് റോളിൽ കാസിമേറോയും അതുപോലെ തന്നെ ബ്രൂണോ ഗിമാറസിനെയാണ് കാണുന്നത്. വിങ്ങിൽ നമ്മൾ ലെഫ്റ്റ് വിങ്ങിൽ കുഞ്ഞിയെ കാണുന്നുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ലെഫ്റ്റ് വിങ്ങിലാണ് ടീം ഡിഫൻസീവ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, ഓപ്പണന്റ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ കാണുന്നത്. റൈറ്റ് വിങ്ങിൽ നമ്മൾ ലൂയിസ് ഹെൻറിക്കെ കാണുന്നുണ്ട്. രണ്ട് സെൻട്രൽ ഫോർവേഡായിട്ട് വിനീഷ്യസിനെയും അതുപോലെ തന്നെ റാഫിനെയും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഓവർലാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് കളിക്കുന്ന ഒരു വിനീഷ്യസിനെ സെൻട്രൽ ഫോർവേഡായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെയാണ് ഈ വേരിയേഷൻസ് വരുന്നത്. ഓപ്പണന്റ് പന്ത് കൈവശം വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഓപ്പണന്റ് ബിൽഡപ്പ് ചെയ്യുമ്പോഴോ ഈ ഒരു ഷേപ്പ് ആണെങ്കിലും ബ്രസീൽ പന്ത് റിക്കവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രസീൽ പന്ത് ബിൽഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ആ ഒരു ഷേപ്പിൽ വ്യത്യാസം വരുന്നുണ്ട്. ബ്രസീൽ റിക്കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുഞ്ഞ നേരെ അഡ്വാൻസ് ചെയ്ത് ആ ഒരു ഇൻസൈഡിലേക്ക് പോകുന്നത് കാണാം. വിനീഷ്യസ് എക്സ്ട്രീംസിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കാണാം. പല സമയത്തും ടീം ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ബാക്കിൽ ഫുൾ ബാക്സിനെ യൂസ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ വിനീഷ്യസിനെ നമ്മൾ എക്സ്ട്രീംസിൽ കാണുന്നുണ്ട്. എക്സ്ട്രീംസിൽ നിൽക്കുന്ന വിനീഷ്യസിന് ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് ഇൻസൈഡിലാണ് മാർക്കസ് കുഞ്ഞ വരുന്നത്. ആൻഡ് ഇവിടെ കുഞ്ഞ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു നമ്പർ 10 റോള് കൊടുക്കുന്നത് പോലെ ഫീൽ ചെയ്തിരുന്നു. പലപ്പോഴും ഈ സെൻട്രൽ ബാക്സിൽ നിന്നും അതുപോലെ തന്നെ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് കാസിമേറോ, ഗിമാറസ് അവരിൽ നിന്നും പന്ത് വാങ്ങിച്ചിട്ട് ചില സമയത്ത് ക്യാരി ചെയ്യാൻ ശ്രമിക്കുന്നതും പന്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ലെഫ്റ്റിൽ വിനീഷ്യസിലേക്ക് ഒരു ത്രൂ കളിക്കുന്നതും പിന്നെ ബോക്സിനകത്തേക്ക് പന്തുമായിട്ട് കയറാനുള്ള ശ്രമങ്ങൾ, അങ്ങനെയുള്ള മൂവ്മെന്റ്സ് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇവിടെ അതിനൊരു ക്രിയേറ്റീവ് എലമെന്റ് സെൻട്രലിൽ അദ്ദേഹം വരുന്നുണ്ട്, ഹാഫ് സ്പേസിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. ഒരു നമ്പർ 10 റോൾ നമ്മൾ ഫ്രണ്ടിൽ റാഫിനെ കാണുമ്പോഴും ഇദ്ദേഹം കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്തിട്ടാണ് പലപ്പോഴും ഈ ബിൽഡപ്പ് ഫേസിലൊക്കെ കാണുന്നത്. പക്ഷേ അവിടെ നിന്നിട്ട് ഒരു ത്രൂ ബോൾ ഫ്രണ്ടിലേക്ക് കളിക്കുന്ന രീതിയിലോ ഒരു ക്രിയേറ്റീവ് റോൾ എടുക്കുന്നത് പോലെ ഫീൽ ചെയ്തില്ല. പക്ഷേ ആ ഒരു വേരിയേഷൻ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ബെനിഫിറ്റ് കൂടുതലുണ്ടായിട്ടുള്ളത് വിനീഷ്യസിനാണ്. വിനീഷ്യസിന് അതിൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ ലെഫ്റ്റ് വിങ്ങിൽ എക്സ്ട്രീമിൽ വെച്ച് പന്ത് റിസീവ് ചെയ്തിട്ട് ഇൻസൈഡിലേക്ക് ക്യാരി ചെയ്ത് ഡ്രിബിൾ ചെയ്ത് ബീറ്റ് ചെയ്ത് പോകാനുള്ള അതിൻ്റെ ഒരു നാച്ചുറൽ ഗെയിം സ്റ്റൈൽ ഇവിടെ കളിക്കാൻ പറ്റുന്നുണ്ട്. വിനീഷ്യസ് മിഡ്ഫീൽഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ വിങ്ങർ റോഡിലേക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുന്നുണ്ട്. ഇങ്ങനെ വിനീഷ്യസ് കളിക്കുമ്പോൾ ഡിഫൻസീവിൽ അതിന് ഒരുപാട് ഇറങ്ങിപ്പോയി റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട, റോൾ എടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഡിഫൻസീവ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, ഓപ്പണന്റ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ വിനീഷ്യസ് ഏറ്റവും ഫ്രണ്ടിലാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ഇറങ്ങിപ്പോയി ഡിഫെൻഡ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കൂടാതെ ഈ പറഞ്ഞ പോലെ ബിൽഡപ്പ് ചെയ്യുമ്പോൾ വിങ്ങിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു നാച്ചുറൽ ഗെയിം കളിക്കാനും പറ്റും. ഇവിടെ അദ്ദേഹം ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് സ്വന്തമാക്കിയുള്ളത്. ഈ 2 ഗോൾ കോൺട്രിബ്യൂഷന് പിന്നിലും ഈ ഒരു പൊസിഷൻ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾ വരുമ്പോൾ ആ റിക്കവർ ചെയ്യുന്ന പന്ത് വിനീഷ്യസിന് കിട്ടുമ്പോൾ ഡിഫൻസീവ് ഷേപ്പിലാണ് ബ്രസീൽ ഉള്ളത്. പക്ഷേ വിനീഷ്യസ് ഒരുപാട് ഇറങ്ങി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ വെച്ച് തന്നെ അതിന് പന്ത് കിട്ടുന്നുണ്ട്. ആ പന്ത് വളരെ എഫക്റ്റീവ് ആയുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോട്ടിൽ കൺവേർട്ട് ചെയ്യാൻ വിനീഷ്യസിന് സാധിക്കുന്നുണ്ട്. അസിസ്റ്റിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വിഡ് ദ ബോൾ ക്യാരി ചെയ്യുന്ന ബ്രസീൽ ലെഫ്റ്റിൽ വിനീഷ്യസിനെ ഫൈൻഡ് ചെയ്ത് അതിൻ്റെ നാച്ചുറൽ രീതിയിൽ അദ്ദേഹം ആ ഒരു ഡ്രിബിൾ ചെയ്ത് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു ക്രോസ് കൊടുത്തിട്ടാണ് കാസിമേറോ ആ ഒരു ഹെഡ് ചെയ്ത് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. സോ ഈ രീതിയിൽ വിനീഷ്യസിൻ്റെ ഒരു ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു വേരിയേഷൻ വെച്ചിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന രീതിയിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിൽ നിന്നും വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഫസ്റ്റ് ഹാഫിൽ നോട്ടീസ് ചെയ്തത് റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടുള്ള വെസ്ലിയുടെ ഒരു പെർഫോമൻസ് ആണ്. ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ബ്രസീലിൻ്റെ ഫുൾ ബാക്ക് പൊസിഷനെ പറ്റി ഒരു വലിയ കൺസേൺ ഉണ്ട്. പക്ഷേ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന വെസ്ലി ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയതുപോലെയാണ് ഫീൽ ചെയ്തത്. ആ ഒരു പൊസിഷനിലുള്ള അതിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഒരു മാച്ചിൽ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ബ്രസീലിൻ്റെ ഒരു മാച്ചിലെ ബിൽഡപ്പ് ഫേസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ബാക്ക് ഫോറിനെ നിലനിർത്തിക്കൊണ്ട് ഫ്രണ്ടിൽ 2 പേര് കാസിമേറോയും ഗിമാറസും ഈ രീതിയിൽ തന്നെയാണ് അവർ
ബിൽഡപ്പ് ചെയ്യുന്നത്. വലിയ വേരിയേഷനിലേക്കോ 3-man ബിൽഡപ്പിലേക്കോ ഒന്നും അധികം ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു മാച്ചിൽ പോയിട്ടില്ല. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഈ ഫുൾ ബാക്കിൻ്റെ ആ ഒരു വൈഡിലൂടെ ഒരു പ്രോഗ്രഷൻ കളിക്കാനാണ് പലപ്പോഴും ബ്രസീൽ ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് വിങ്ങിൽ അലക്സാൻഡ്രോ, വിങ്ങിലേക്ക് സ്വിച്ച് ചെയ്ത് വരുന്ന വിനീഷ്യസിനെ ഫൈൻഡ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാണാം. അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ കൂടുതലും വെസ്ലിയുടെ ഓവർലാപ്സ്, വെസ്ലിയുടെ വിത്തൗട്ട് ദ ബോളുള്ള ഓവർലാപ്പ് വളരെ എഫക്റ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പേസ് പല സമയത്തും ഈ ഡിഫൻസീവ് ലൈനിൽ നിന്ന് പന്ത് കൊടുത്തിട്ട് വളരെ പേസോടുകൂടി മുന്നോട്ട് പോയി ഏറ്റവും ഓപ്പണന്റ് ഹാഫിൽ പോയി പന്ത് റിസീവ് ചെയ്യുന്ന രീതിയിൽ വെസ്ലിയെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വിത്തൗട്ട് ദ ബോൾ ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബ്രസീൽ ബിൽഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിലെല്ലാം കുറച്ചുകൂടി ആ ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് ബിൽഡപ്പ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ട് ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് സെൻറ്റർ ബാക്കും രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനും അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഈ രണ്ട് ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്യുന്നതും ആ ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വെസ്ലിയൊക്കെ ആ ഒരു ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടേക്ക് ലോങ് ബോൾ വെച്ച് ഈ ഫുൾ ബാക്കിനെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ബിൽഡപ്പ് പ്രോഗ്രഷൻ മൂവ്മെൻറ്റ്സും ബ്രസീലിൻ്റെതായിട്ട് കാണാൻ സാധിച്ചിരുന്നു. സോ ഫുൾ ബാക്കിനെ ഒരു അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയുള്ള റോളിൽ ഉപയോഗിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അവിടെ കൂടുതൽ വർക്ക് ആവുന്നത് അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത് വെസ്ലി മാത്രമാണ്. ലെഫ്റ്റിൽ അലക്സാൻഡ്രോ അത്രയും മുന്നോട്ട് വരുന്നില്ല. അതിൻ്റെ റോള് പലപ്പോഴും വിനീഷ്യസിലേക്ക് പന്തെത്തിച്ചിട്ട് ആ ഒരു വൈഡ് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ വെസ്ലി അവിടെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കളിക്കുന്നതും ഓവർലാപ്പ് ചെയ്യുന്നതും വിത്തൗട്ട് ദ ബോൾ ആ ഒരു പേസ് കൊണ്ട് ഓവർലാപ്പ് ചെയ്ത് മുന്നോട്ട് വരുന്നതും ഒരു ഓപ്ഷൻ കൊടുക്കുന്നതും കാണാൻ സാധിച്ചിരുന്നു. അത് മാറ്റി നിർത്തിയാൽ പോലും പാസിങ്, ചില ചിപ്പിംഗ് പാസ് വെച്ചിട്ട് അല്ലെങ്കിൽ ലോങ് ബോൾ ഫൈൻഡ് വെച്ചിട്ട് ആ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ലൂയിസ് എൻറിക്കെ ഫൈൻഡ് ചെയ്യുന്ന 1-2 ബോൾസ് കാണാൻ സാധിച്ചിരുന്നു. റാഫീനിയയിലേക്ക് ഒരു നല്ല ത്രൂ ബോൾ അദ്ദേഹം കളിക്കുന്നുണ്ട്. പക്ഷേ അത് റീച്ച് ആവുന്നില്ല. പക്ഷേ നല്ലൊരു വിഷനായിരുന്നു അവിടെ അതിനുണ്ടായിരുന്നത്. ഡിഫൻസീവിലും അദ്ദേഹം അത്യാവശ്യം നല്ല കോൺട്രിബ്യൂഷൻ, ബാക്കിൽ വന്നിട്ട് ടാക്കിൾ, സ്ലൈഡിംഗ് ടാക്കിൾ വെച്ചിട്ട് റിക്കവർ ചെയ്യുന്നതും ഫ്രണ്ടിൽ ആ ഒരു ബോൾ റിക്കവർ ചെയ്ത് കൊടുക്കുന്നതായിട്ടുള്ള മൂവ്മെൻറ്റ്സ് വേറെയും കാണാൻ സാധിച്ചിരുന്നു. സോ ഇൻവോൾവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഫുൾ ബാക്കിൽ ഒരു ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഒരു ക്രോസിൻ്റെ രൂപത്തിലോ ഒരു ഷോട്ടിൻ്റെ രൂപത്തിലോ ഒക്കെ എത്തിയില്ലെങ്കിലും ആ ഒരു കമ്പാരിറ്റീവ്ലി നിലവിലുള്ള ഫുൾ ബാക്കിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് വെസ്ലി അവിടെ ഒരു സ്ട്രെങ്ത്തിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പെർഫോമൻസ് അവിടെ ഒരു വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഫസ്റ്റ് ഹാഫിൽ തന്നെ നോട്ടീസ് ചെയ്ത കാര്യം ഈ രണ്ട് ഡബിൾ പിവട്ട് കാസിമറോ ഗിമാറസ് ഇവരുടെ ഒരു റോളാണ്. പലപ്പോഴും ഒരു ഹൈ പ്രസിംഗ് രീതിയിലേക്ക് ബ്രസീൽ പോകുന്നുണ്ട്. ഫസ്റ്റ് ഗോൾ വന്നതും അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള ചില ഗോളുകളിലൊക്കെ ഈ ഗോൾ കീപ്പറിനെ ഉൾപ്പെടെ ആ ഒരു ഫ്രണ്ടിൽ രണ്ട് സ്ട്രൈക്കറും വൈഡിലെ പ്ലേയേഴ്സൊക്കെ വരുമ്പോൾ ഒരു 4-4-2 കൈൻഡ് ഓഫ് പ്രസിംഗ് ഇവിടെ അപ്ലൈ ചെയ്യാൻ ബ്രസീലിന് സാധിക്കുന്നുണ്ട്. ഹൈ പ്രസിംഗ് കളിക്കുമ്പോൾ ഈ രണ്ട് പ്ലേയേഴ്സിന് നല്ലൊരു ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട്. ഓപ്പണന്റിന്റെ മിഡിൽ വരുന്ന രണ്ട് പേരെ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരിലേക്ക് പാസിംഗ് ഓപ്ഷൻ കിട്ടാതിരിക്കുക, ആ രീതിയിൽ സ്റ്റേ ചെയ്യുന്നതും ഇവരെ റിക്കവർ ചെയ്യുന്ന 1-2 ബോൾ കിട്ടുന്നു. അങ്ങനെയുള്ള ബോളുകൾ ഫസ്റ്റ് ഹാഫിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഒരു ക്രിയേറ്റീവ് എലമെന്റിന്റെ ഒരു കുറവാണ്. ഫുൾ ബാക്കിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞതുപോലെ തന്നെ ബ്രസീലിന്റെ ഈ ഒരു വേൾഡ് കപ്പിലെ കൺസേൺ ആണ് മിഡ്ഫീൽഡ്. അവിടെ കാസിമാരോയും ഗിമാറസും വരുമ്പോൾ ഒരു ക്രിയേറ്റീവ് എലമെന്റ് പല സമയത്തും ഇവരുടെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു ലോങ് ത്രൂ ഫൈൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലെയറിന്റെ മിഡ്ഫീൽഡിലുള്ള കുറവ്. കുഞ്ഞേയും ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ക്രിയേറ്റീവ് എലമെന്റ് അധികം പ്രൊവൈഡ് ചെയ്യാതെ വന്നപ്പോൾ ഇവരിലേക്ക് ആ ഒരു ലോഡ് വരുന്നുണ്ട്. ഇവരിലേക്ക് ആ ലോഡ് വരുമ്പോൾ ഇവർക്കും അത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാത്തതുപോലെ പല സമയത്തും കാണാൻ സാധിച്ചിരുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, നമുക്ക് അതിന് ഒരുപാട് ആവശ്യപ്പെടാനൊന്നും സാധിക്കില്ല. പക്ഷേ 4-4-2 കളിക്കുന്ന സമയത്ത് ആ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിന്റെ ക്രിയേറ്റീവ് എലമെന്റ് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാറുണ്ട്. സോ അവിടെ ഗിമാറസ് ആണെങ്കിലും കാസിമേറോ ആണെങ്കിലും പാസിങ്ങിന്റെ കാര്യത്തിൽ അത്ര നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ. ആൻഡ് ഇത് ഒന്ന് സോൾവ് ആയത് സെക്കൻഡ് ഹാഫിൽ ആ മാറ്റങ്ങൾ വരുമ്പോഴാണ്. സെക്കൻഡ് ഹാഫിൽ എൻ്റെ ടീമിന് ഒരാളെ വെച്ച് ബാക്കി എല്ലാവരെയും മാറ്റിയിട്ടാണ് അഞ്ചലോട്ടി ഇറക്കുന്നത്. ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് ആ ഒരു പ്രിവിലേജ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പൊസിഷൻ ടു പൊസിഷൻ, ആ പൊസിഷൻ അനുസരിച്ചുള്ള ചേഞ്ചസ് ആണ് വരുന്നത്. ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ വരുന്നു അലിസിന് പകരം. ഡിഫൻസിൽ ലിയോ പെരേരയെ മാത്രമാണ് നിലനിർത്തുന്നത്. ഡാനിലോ വരുന്നുണ്ട് സെൻട്രൽ ബാക്ക് ആയിട്ട്. റൈറ്റ് ബാക്ക് ആയിട്ട് വെസ്ലിക്ക് പകരം ഇബാനസ് ആണ് വരുന്നത്. ലെഫ്റ്റ് ബാക്കിൽ അലക്സാൻഡ്രോയ്ക്ക് പകരം ഡഗ്ലസ് സാന്റോസ് വരുന്നു. മിഡ്ഫീൽഡിൽ ആ ഡബിൾ പിവറ്റായിട്ട് കളിച്ച കാസിമേറോയ്ക്കും ബ്രൂണോ ഗിമാറസ് എന്നിവർക്ക് പകരമായിട്ട് ഫാബിനിയോയും അതുപോലെ തന്നെ ഡാനിലോ സാന്റോസും വരുന്നുണ്ട്. റൈറ്റ് വിങ്ങിൽ നമ്മൾ കാണുന്നത് റയാനയാണ്. ലെഫ്റ്റ് വിങ്ങിലെ കുഞ്ഞയ്ക്ക് പകരം ലൂക്കാസ് പാക്കറ്റ് വരുന്നു. സെൻട്രൽ ഫോർവേഡായിട്ട് എൻട്രിക്കയും അതുപോലെ തന്നെ ഇഗോർ തിയാഗോയും വരുന്നുണ്ട്. പൊസിഷൻ ടു പൊസിഷനാണ് മാറ്റം വരുത്തിയതെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ കാണാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരു മാറ്റം കാണാൻ സാധിച്ചത് ക്രിയേറ്റീവ് എലമെന്റ്, ലൂക്കാസ് പാക്കറ്റ് വഴി വരുന്ന ക്രിയേറ്റീവ് എലമെന്റ് ആണ്. അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ്ങിൽ നമ്മൾ കുഞ്ഞ് കളിച്ചതുപോലെ ബിൽഡപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻസൈഡിലേക്ക് വരുന്ന രീതിയിലാണ്. പക്ഷേ ഇവിടെ വിനീഷ്യസ് ലെഫ്റ്റിലേക്ക് പോയതുപോലെ സ്ട്രൈക്കർ ലെഫ്റ്റിലേക്ക് പോകുന്നില്ല. ഇഗോർ തിയാഗോ ആ ഒരു സെന്ററിൽ തന്നെ നിൽക്കുന്നു. ലെഫ്റ്റ് ബാക്ക് ആ ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ആ സമയത്ത് കളിച്ച ഡഗ്ലസ് സാന്റോസ് മുന്നോട്ട് കയറി നിന്ന് ആ ഒരു വൈഡിലെ ആ ഒരു വിങ്ങറിന്റെ ആ ഒരു സ്ലോട്ട് അദ്ദേഹം അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ പാക്കറ്റ് കുറച്ചുകൂടി സെൻട്രലി അതുപോലെ തന്നെ ഫ്രീ റോൾ എടുക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പന്ത് പുറകിൽ നിന്ന് പന്ത് റിസീവ് ചെയ്ത് ക്യാരി ചെയ്യാൻ ശ്രമിക്കുന്നതും പന്ത് കീപ്പ് ചെയ്ത് പന്ത് നഷ്ടപ്പെടുത്താതെ കീപ്പ് ചെയ്യുന്നതും ത്രൂ ബോൾസ്, ക്രിയേറ്റീവ് ബോൾസ് ഫ്രണ്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നതും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇഗോർ തിയാഗോയിലേക്ക് തന്നെ 2 ത്രൂ ബോൾ കളിക്കുന്നുണ്ട്. എൻട്രിക്കയിലേക്ക് ഒരു ചിപ്പിംഗ് ടൈപ്പ് ഓഫ് ഒരു ഹൈ ബോൾ 2 തവണ കളിക്കുന്നുണ്ട്. രണ്ടും ഒരു നല്ല ചാൻസ് ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. അതിൽ അസിസ്റ്റിലേക്ക് വരുമ്പോൾ ഇതേ രീതിയിൽ എൻട്രിക്കയിലേക്ക് കളിച്ചതുപോലെ തന്നെ ഒരു ഹൈ ചിപ്പിംഗ് ബോളാണ് ഡാനിയലോ സാന്റോസിലേക്ക് കൊടുക്കുന്നത്. അദ്ദേഹം അത് കൃത്യമായിട്ട് ട്രാപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഒരു
ഒരു ഗോളും സ്കോർ ചെയ്യുന്നുണ്ട്. ആ ഗോൾ സ്കോർ ചെയ്യുന്നത് ആ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് പന്ത് പാസ് ഇട്ട് അദ്ദേഹം മൂവ്മെൻറ്റ് നടത്തിയിട്ടാണ് ആ ഒരു സെൻട്രലിൽ അദ്ദേഹം ആ ഒരു ഫിനിഷ് ചെയ്യുന്നത്. ആ രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ കുഞ്ഞിയിൽ നിന്നോ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൽ നിന്നോ വരാതിരുന്ന ഒരു ക്രിയേറ്റീവ് എലമെൻറ്റ് ഈ പക്കറ്റ് വരുമ്പോൾ അത്രയധികം ചാൻസുകൾ ഫ്രണ്ടിലേക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും മുന്നേറ്റങ്ങൾ നടത്താനും സാധിക്കുന്നുണ്ടായിരുന്നു. സോ അതൊരു വലിയ മാറ്റമായിട്ട് അത് സെക്കൻഡ് ഹാഫിൽ അത്രയും ഗോളുകൾ സ്കോർ ചെയ്തതിൽ ലൂക്കാസ് പക്കറ്റയുടെ അദ്ദേഹത്തിൻ്റെ ഒരു റോളും അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം കൊണ്ടുവന്നൊരു മാറ്റവും തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ടോട്ടലി പറയുമ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന ആ ഒരു പ്ലെയറിനാണ് ഈ ഒരു സ്പെഷ്യൽ റോൾ കൊടുക്കുന്നത് പോലെ ഈ ഒരു മാച്ചിൽ നോട്ടീസ് ചെയ്തത്. അത് ഇനി വരുന്ന മാച്ചുകളിൽ മാറുമെന്ന് അറിയില്ല. ബാക്കിയുള്ള മാച്ചുകൾ കൂടി കണ്ടാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ അവിടെ കുഞ്ഞ് വരുമ്പോഴും സെക്കൻഡ് ഹാഫിൽ പക്കറ്റ് വരുമ്പോഴും ഒരു ക്രിയേറ്റീവ് എലമെന്റ് എടുക്കേണ്ട, അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് പാസുകൾ സപ്ലൈ ചെയ്യേണ്ട, സ്ട്രൈക്കറിന് ഫീഡ് ചെയ്യേണ്ട ഒരു റോൾ വരുന്നുണ്ട്. സോ ഫിറ്റ് ആണെങ്കിൽ നെയ്മറിന് ആ ഒരു പൊസിഷനൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമായിരിക്കും. ആ പോസ്റ്റിൽ നിന്ന് പ്ലെയർ പോകുമ്പോൾ ഈ പറഞ്ഞ പൊസിഷൻ കവർ ചെയ്യാനായിട്ട് വിനീഷ്യസ് ഇറങ്ങി വരുന്നതോ ലെഫ്റ്റ് ബാക്ക് ഓവർലാപ്പ് ചെയ്തതായിട്ട് കാണാം. പിന്നെയുള്ള ഗോളുകൾ മിക്കതും വന്നിട്ടുള്ളത് ഈ ഹൈ പ്രസിംഗിലാണ്. റയാൻ നേടിയിട്ടുള്ള ഒരു ഗോൾ വരെ നോക്കുകയാണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ വിനീഷ്യസ് നേടിയ ഗോൾ നോക്കുകയാണെങ്കിലും പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു പെനാൽറ്റി കിട്ടുന്നുണ്ട്. അവിടെ എല്ലാം ഈ പറഞ്ഞ മിഡ്ഫീൽഡിൽ നിന്ന് പന്ത് റിക്കവർ ചെയ്തിട്ടുള്ള അറ്റാക്സ് ആണ് വീണ്ടും ബ്രസീലിന് ഗോളിൻ്റെ രൂപത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഗോൾ കീപ്പറിനെയും സെൻറ്റർ ബാക്കിനെയും പ്രസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 ഗോൾ ഈ ഒരു മാച്ചിൽ ബ്രസീൽ സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ടോട്ടലി പറഞ്ഞ പോലെ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ചില പ്ലേയേഴ്സ് പതിയെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കുറച്ച് മാച്ചുകൾ കൂടി കണ്ടിട്ട് ഈ രീതി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ഉറപ്പിക്കാൻ പറ്റും ഇത് വേൾഡ് കപ്പിൽ അധികം ട്രൈ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്കും ഈ പ്രസ്സിങ്ങും തീർച്ചയായിട്ടും നമ്മൾ വലിയ ടീമുകൾക്കെതിരെ കുറച്ചുകൂടി ടഫായ ടീമുകൾക്കെതിരെ കാണാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മാച്ച് ബൈ മാച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ടാക്ടിക്സിനെ പറ്റി കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. കോപ്പറേറ്റോ മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ വീണ്ടും മറ്റ് ടീമുകളുടെ മാച്ചിൻ്റെ റിവ്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അനാലിസിസ് ആയിട്ട് വരാം. എന്തായാലും ഈ ഒരു ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് പ്രതീക്ഷകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.